RSS ഏതെങ്കിലും തരത്തിൽ അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ദത്താത്രേയ ഹോസബളയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ഹിന്ദുക്കൾക്ക് നേരെ നിറയൊഴിക്കുകയില്ല. നോക്കൂ, ഈ കരുതിക്കൂട്ടിയുള്ള കരുതലോടുകൂടിയുള്ള സംയമനത്തോടു കൂടിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പ്രതികരണം പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുകയാണ്, അസീം മുനീറിനെ ആശങ്കപ്പെടുത്തുകയാണ്. അതിന്റെ കാരണം എന്താ? ഇന്ത്യൻ നേതൃത്വം ഒരു സിവിക് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. പാകിസ്ഥാനിൽ ഇല്ലാത്തതും ഉത്തരവാദിത്വം ഇല്ലാത്തൊരു സർക്കാരാണ്. നമുക്കുള്ളതാവട്ടെ ഉത്തരവാദിത്വമുള്ള സർക്കാർ. അതുകൊണ്ട് ഒരൊറ്റയാൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതോ പ്രധാനമന്ത്രി മാത്രമാ? 100% ഞാൻ യോജിക്കുന്നു. പ്രധാനമന്ത്രി 16 രാജ്യങ്ങളിലെ നേതാക്കന്മാരോട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കുന്നു. അവിടെ ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ മുതലെടുപ്പ് നടത്താൻ ഇന്ത്യയിൽ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. മറ്റൊന്ന്, നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നത് ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ കരുത്താണ്. I prefer to die rather than pointing the gun towards those 13 souls. Now you decide and give the order, sir.